ഇതാണ് ഇതിനകത്ത് സാങ്കേതിക പ്രശ്നമായി സംസ്ഥാന സർക്കാർ ഇന്ന് ചൂണ്ടിക്കാട്ടിയതും ഇന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സഭയിൽ പറയാൻ ശ്രമിച്ചതും NHMന്റെ ഭാഗമായി സർക്കാരിന് കൊടുക്കാനുള്ള 100 കോടി രൂപ കുടിശ്ശികയാണ് എന്ന് ഇന്ന് വീണ ജോർജ് പറയുന്നു. ഇപ്പോൾ CITU പ്രതിനിധി അടക്കം ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്, ഇതൊരു കേന്ദ്ര സ്കീം ആയതുകൊണ്ട് ഓണറേറിയം ഉയർത്തണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഇൻസെൻറ്റീവ് ഉയർത്തണമെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയുണ്ട്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം സ്റ്റേറ്റിൻ്റെ വിഹിതമായി നൽകുന്നത് കേരളമാണ് എന്നാണ് ഇന്ന് വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. സിക്കിം എന്നായിരുന്നു എൻ്റെയും ധാരണ. പക്ഷേ ഇന്ന് വീണ ജോർജ് പറഞ്ഞത് സിക്കിം പോലും 6000 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ. 676 അംഗൻവാടി ആശാവർക്കർ പ്രവർത്തകർ മാത്രമേ അവിടെയുള്ളൂ. അവിടെ പോലും കേവലം 6000 രൂപ മാത്രമാണെങ്കിൽ കേരളമാണ് ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ഇനി ഈ കാര്യത്തിൽ കേരളമാണോ കൂട്ടേണ്ടത്? കേവലം 1800 രൂപ മാത്രം ഇൻസെൻറ്റീവിൻ്റെ 60% ഷെയറായി കൊടുക്കുന്ന കേന്ദ്രമാണോ കൂട്ടേണ്ടത്? ശ്രീ ഷാജി രാഘവൻ. ഡോക്ടർ അരുൺ, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പച്ചക്കള്ളമാണ് നിയമസഭയിൽ പറഞ്ഞത്. അത്ഭുതം തോന്നുകയാണ്. എങ്ങനെ ഒരു മന്ത്രിക്ക് ഈ അവകാശ ലംഘനത്തിനൊരു നോട്ടീസ് പോലും കോൺഗ്രസിൻ്റെ ആ MLA കൊടുക്കുന്നില്ല എന്നുള്ളത് അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രി നഡ്ഡാജി അദ്ദേഹം ശ്രീ സുരേഷ് ഗോപി കണ്ട സമയത്ത് വീണ്ടും അത് ആവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, കേന്ദ്രമന്ത്രി ആധികാരികമായിട്ട് ഇന്ന് വൈകുന്നേരം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കൊടുക്കേണ്ട വിഹിതം കൊടുത്തു എന്ന് മാത്രമല്ല 120 കോടി രൂപ അഡീഷണൽ കൊടുത്തു, അധികമായി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, തൻ്റെ ഇടം ഉണ്ടോ അതൊന്ന് ചോദ്യം ചെയ്യാൻ? അതല്ലേ ഇവർ ചെയ്യേണ്ടത്? എങ്ങനെ നിയമസഭയിൽ, കേരളത്തിൻ്റെ നിയമസഭയിലല്ലാതെ വേറെ എവിടെ സാധിക്കും? ഒരു ആരോഗ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ വളരെ വിശദമായിട്ട് പറയാം. UPAയുടെ തന്നെ ഒരു MP കേരളത്തിൽ നിന്നുണ്ടല്ലോ, നമുക്കറിയാം, നമ്മുടെ കൊല്ലത്തു നിന്നുള്ള MP. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ശ്രീ പ്രതാപ് റാവു ജാദവ്, ശ്രീ പ്രേമേന്ദ്രൻ്റെ ചോദ്യം ഇതായിരുന്നു: ദേശീയ ആരോഗ്യ മിഷൻ കേന്ദ്രവിഹിതം കേരളത്തിന് അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ 2023, 2024, 2024-25 വർഷങ്ങളിൽ കേരളത്തിന് അനുവദിച്ച തുകയുടെ വിശദാംശങ്ങൾ വർഷം തിരിച്ച് നൽകാമോ? ഇതായിരുന്നു ചോദ്യം. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സാർ, മുമ്പൊന്നുമല്ല, ഈ കഴിഞ്ഞ പാർലമെൻറ്റിൽ തന്നെയാണ്. അതിന് മറുപടി വന്നിട്ടുണ്ട്. ആ മറുപടി എന്ന് പറയുന്നത് 2023-24 അതേപോലെ തന്നെ 2024-25 ഈ നടപ്പ് വർഷവും, പ്രത്യേകിച്ച് ഈ 2024-25 നടപ്പ് വർഷത്തിൽ കേന്ദ്രവിഹിതമായ 913.24 കോടിയിൽ 815.73 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം തന്നെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ആയിട്ടുള്ള 2023-24 189.15 കോടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ അരുണിനും ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും ഈ ചർച്ച കേൾക്കുന്നവർക്കും ഒരു ധാരണാപശം ഉണ്ടാവാം. കാരണം ആരോഗ്യമന്ത്രി പറഞ്ഞത് 100 കോടി ശരിയാണ്. ഈ കണക്ക് പ്രകാരം 97 കോടിയുടെ ഇവിടെ കേരളത്തിന് കിട്ടേണ്ടതായിട്ടുണ്ടെന്ന് വേണേൽ വ്യാഖ്യാനിക്കാം. പക്ഷേ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ കഴിഞ്ഞ ആഴ്ച ഈ പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് പ്രേമേന്ദ്രന് മറുപടി കിട്ടിയതിന് ശേഷം ഫെബ്രുവരി 12-ാം തീയതി, ഇത് ഫെബ്രുവരി 7-ാം തീയതിയാണ്, ഫെബ്രുവരി 12-ാം തീയതി നമ്മൾ മനസ്സിലാക്കണം, ബാലൻസ് തുകയും കേന്ദ്രം കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതറിയാത്ത ആളാണോ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി? ഇന്ന് ഇതുകൂടാതെ തന്നെ 120 കോടി രൂപ അധികം കൊടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്രത്തിൻ്റെ ആരോഗ്യമന്ത്രി ഇന്ന് വളരെ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് പറയുകയും കേരളത്തിൽ നിന്നുള്ള UPA MPയുടെ ചോദ്യത്തിന് മറുപടിയായി ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ, ഈ വസ്തുതകൾ നിലനിൽക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ നിയമസഭയിലല്ല ഈ വഷളത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളൊന്ന് മനസ്സിലാക്കണം, 26,000 വരുന്ന ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ആശാ വർക്കർമാർ, അവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 23 ദിവസമായി നിയമസഭയുടെ മുമ്പിൽ നടക്കുന്ന ഈ സമരത്തെ, ആ സമരം നടക്കുമ്പോൾ ആ ആശാ വർക്കർമാർക്ക് ആശ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില നാടകങ്ങളാണ് ഇന്ന് നിയമസഭയിൽ നടന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ ഒരു ആരോഗ്യമന്ത്രി പച്ചക്കള്ളം നിയമസഭയിൽ പറയുമ്പോൾ നമ്മൾ കണ്ടു, ഇന്ന് നിയമസഭ പ്രക്ഷുബ്ധമാകുന്നൊക്കെ കണ്ടു. അവിടെ മത്സരം നടക്കുന്നത് നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവാണോ മറ്റു ചില നേതാക്കന്മാരാണോ അതിശക്തമായി എന്താ പറയുക കണ്ടവിക്ഷോഭം നടത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതെന്നുള്ള മത്സരം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. കൃത്യമായി ആശാ വർക്കർമാരുടെ വിഷയം അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആ നിയമസഭയിലുണ്ടെങ്കിൽ
ഈ ഒരു എന്താ പറയുക, ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ഈ തരത്തിലുള്ള തെറ്റായ പ്രസ്താവന നടത്തുമ്പോൾ ഒരു അവകാശ ലംഘന നോട്ടീസ് പോലും ഈ മണിക്കൂറിൽ പോലും കൊടുക്കാത്ത പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇത് മനഃപൂർവ്വമായി ഗവൺമെന്റിനില്ല, പാർട്ടിക്ക്. ഇത് ഈ ഉത്തരം ഇന്ന് സഭയിൽ പറഞ്ഞിരുന്നു. ആ സഭയിൽ പറഞ്ഞപ്പോൾ വീണ ജോർജ് പറഞ്ഞത് 98 കോടി രൂപ ഇനി ഈ നടപ്പ് സാമ്പത്തിക വർഷം കുടിശ്ശികയുണ്ട് എന്നാണ്. അത് ശരിയുമാണല്ലോ. ഇന്നിപ്പോൾ മാർച്ച് 4-ാം തീയതിയായി. സാർ അല്ലല്ല സാർ, ഞാൻ പറയുന്നത്, ഞാൻ കൃത്യം ഡേറ്റ് പറയാമെന്നേ. ഈ വർഷത്തെ ബാക്കി വരുന്ന 97.51 കോടി, അതിന് പകരമായി 120.45 കോടി 2025 ഫെബ്രുവരി 12 കൊടുത്തിട്ടുണ്ട് സാർ കേരളത്തിന്. Debate with Dr. Arun Kumar.